വീണ്ടും വീട്ടുവിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ വരുമാനം എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ എന്താണെന്നൊക്കെ ഈ ഒരു വീഡിയോയുടെ കൂടെ പറയാം. പിന്നെ പിച്ചിപ്പൂവ് ഇഷ്ടമുള്ളൊരു കമൻറ്റ് ചെയ്യണം. ഇത് പൊടിച്ച് കിട്ടുമോ ഇല്ലെന്ന് അറിയാത്തതിനെ കൊണ്ടാണ് നേരത്തെ ഒന്നും വീഡിയോയിൽ കാണിക്കാതിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വീടിൻ്റെയൊക്കെ സൈഡിലൊക്കെ ഇങ്ങനെ പൂത്ത് പന്തലിച്ചൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ ഭയങ്കരമായിട്ട് കൊതി വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഓർക്കിഡിൻ്റെ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത് കുറേ ദിവസമായിട്ട് ഇങ്ങനെ പൂത്ത് നിൽക്കുവാണ്. അത് പതുക്കെ കൊഴിഞ്ഞ് പോകത്തുള്ളൂ. അപ്പോൾ അതൊക്കെ നേരത്തെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോഴും നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ വാടക വീട്ടിലേക്ക് സ്വാഗതം. പിന്നെ പുതിയതായിട്ട് കാണുന്ന എല്ലാവരും നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ നേരത്തെയൊക്കെ നമ്മൾ പഴയതുപോലെ തന്നെയാണ് നമ്മളെ മുറ്റത്തുള്ള പാചകവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ കൂടെ തന്നെ വേറൊരു പാചകത്തിൻ്റെ ഒരു വീഡിയോയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളെ വീട്ടിൻ്റെ ബാക്ക് സൈഡിലുള്ള ചെറിയ ചെറിയ പുല്ലും അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. വൃത്തിയാക്കുന്ന കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റാത്തത് ഫോണ് എങ്ങും നമുക്ക് വെക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. ഞാൻ മൊബൈലിലാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. പിന്നെ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വീഡിയോ എടുക്കുന്ന ആരാണ്. വീഡിയോ എടുക്കുന്നതും ഒക്കെ ഞാൻ തന്നെ. മക്കളുണ്ടെങ്കിൽ മക്കളെടുത്ത് തരും. അപ്പോൾ അവർക്ക് പഠിക്കാനൊക്കെ പോകണമല്ലോ. പിന്നെ പാചകമൊക്കെ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ മൊബൈൽ നമ്മളൊരു സൈഡിൽ വെച്ചിട്ടൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ മുറ്റത്ത് നമുക്ക് വെക്കാൻ പറ്റത്തില്ലല്ലോ. പൂച്ച കാക്ക എന്തെങ്കിലും വന്ന് തട്ടിയിടുകയൊക്കെ ചെയ്യുന്നെങ്കിൽ. പിന്നെ നമ്മളിവിടെ ഒരു 4-5 മൂട് പച്ചമുളക് വെച്ചിട്ടുണ്ടായിരുന്നു. പച്ചമുളകിൻ്റെ തൈ വെച്ചപ്പോഴത്തേക്ക് അതിൽ തന്നെ ചെറിയ ചെറിയ ശിഖരങ്ങളൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. കഞ്ഞിയുടെ വെള്ളം തലേ ദിവസത്തത് പുളിപ്പിച്ചിട്ടാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു മുളകിൻ്റെ തൈ കൊണ്ടുവന്ന് വെക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊന്ന് കറണ്ട് പോയ രീതിയിലൊക്കെയാണ് ഇരുന്നത്. കഞ്ഞിയുടെ വെള്ളമൊക്കെ ഒഴിച്ചപ്പോൾ ഒന്ന് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. പിന്നെ പൂച്ചയ്ക്കൊക്കെ ചോറ് കൊടുത്തു. അത് ഇവിടുത്തതല്ലാതെ വേറെ എവിടെ നിന്ന് വന്നതങ്ങാണ്ടാണ്. അപ്പോൾ അതിനൊക്കെ ചോറൊക്കെ വെച്ച് നമ്മളെ മുറ്റത്തുള്ള പണിയൊക്കെ തീർന്ന്. അപ്പോഴെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുപോലെ തന്നെ അടുത്ത ദിവസം മുതൽ നമ്മളെ കുക്കിങ്ങിൻ്റെ വീഡിയോ ആണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇനിയിപ്പോൾ നമ്മൾ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെയാണ്. ആ ഒരു വീഡിയോ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്നതാണ്, മുറ്റമൊക്കെ വൃത്തിയാക്കുന്നത്. പിന്നെ ഞാൻ വിചാരിച്ച് പാചകം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുമ്പോൾ ആ ഒരു വീഡിയോയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തും കൊണ്ട് വേണം എനിക്ക് വീഡിയോ ഇടാനായിട്ട്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ മുറ്റത്തിട്ട് വേവിക്കുന്ന കാണുമ്പോഴത്തേക്ക് ചിലപ്പോൾ ചിലർ ചോദിക്കുമായിരിക്കും നമ്മളെ വീട്ടിനകത്തുള്ള അടുപ്പിൽ കത്തിച്ചൂടെ പുറത്തിട്ട് വേവിക്കുന്നതെന്നൊക്കെ ചോദിക്കുമല്ലോ. പുറത്തിട്ട് വേവിക്കുന്ന വേറൊന്നും കൊണ്ടല്ല, നമ്മൾ അപ്പുറത്തെ വീട്ടിലായിരുന്നപ്പോഴും അത് മാത്രമല്ല പണ്ട് മുതലേ നമുക്ക് ഈ പുറത്തിട്ടും പിന്നെ അല്ലാതെ വേറെ ഒരു അടുപ്പുണ്ടല്ലോ, ചെറിയ ബോൾ പോലെയൊക്കെ ഒരു 3 സൈഡിലൊക്കെ ഇരിക്കുന്ന ഉണ്ണി അടുപ്പെന്നൊക്കെയാണ് നമ്മളിവിടെയൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു അടുപ്പിലൊക്കെ നമ്മളങ്ങനെ വേവിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് പുകയടുപ്പിൽ ഇങ്ങനെ വേവിക്കുമ്പോഴത്തേക്ക് അതിൽ തീ കത്തിപ്പിടിച്ച് കിട്ടാനൊക്കെ ഇത്തിരി വലിയ പാടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എനിക്കങ്ങനെ കുറേ സമയം അങ്ങനെ അധികമായിട്ട് അങ്ങനെ പോകുമെന്നൊക്കെ തോന്നുന്നതിനെ കൊണ്ട് എനിക്ക് ഇതുപോലെ ആകുമ്പോഴത്തേക്കും നമുക്ക് വല്ല ചിരട്ടയും തൊണ്ട് എന്തെങ്കിലുമൊക്കെ പറക്കിയിട്ടൊക്കെ വേവിച്ചൊക്കെ എടുക്കാനായിട്ട് പറ്റില്ല. പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ ഇടയ്ക്ക് മഴയൊക്കെ പിടിച്ചപ്പോഴത്തേക്കും വയ്യാതെയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഗ്യാസിൽ വേവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ തൻ്റെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അരിയൊക്കെ ഇട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കൊന്ന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ പുറത്തിട്ടൊക്കെ വേവിക്കുമ്പോൾ കാലാവസ്ഥയും കിളികളും മറ്റുള്ള ജീവികളും ഒക്കെ കണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഓരോ മനുഷ്യർക്കും ഓരോ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിൻ്റെ വരുമാനം എന്ത് ചെയ്യുന്നതെന്നൊക്കെ. കഴിഞ്ഞ് എനിക്ക് നേരത്തെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതൊരു തെറ്റായിട്ടല്ല ഞാനും എടുത്തിരിക്കുന്നത്, ഈ സ്വാഭാവികം ഇങ്ങനെ ചോദിച്ചതായിരിക്കും. അപ്പോഴും യൂട്യൂബിൻ്റെ പൈസ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ മാസവും ഇല്ല, ഒരു മാസം ഇടവിട്ടിട്ടാണ് കിട്ടുന്നത്. ഒരു മാസം കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ മാസം ഇല്ല, അത് കഴിഞ്ഞിട്ടുള്ള മാസമേ ഉള്ളേ. അതിപ്പോൾ എല്ലാവരും വിചാരിക്കുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നമുക്കിതിൻ്റെ എമൗണ്ട് പറഞ്ഞുകൂടാത്തതിനെ കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടെ പറയാതിരിക്കുന്നത് തന്നെ. അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മളെ വീട്ടിലുള്ള അത്യാവശ്യ കാര്യങ്ങളൊന്നും നടന്നു പോകും. എനിക്ക് മെയിനായിട്ട് നമ്മളെ വാടക കൊടുക്കാൻ പറ്റുമല്ലോ, അതാണ് എനിക്ക് ഏറ്റവും വലുതെന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഒരു മാസത്തെ വാടക കൊടുക്കാൻ പറ്റിയില്ല, പിറ്റേ മാസമാണെന്നുണ്ടെങ്കിൽ 2 മാസമാകുമ്പോൾ നമുക്ക് അധിക പൈസ ആവും. പിന്നെ നമ്മൾ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വിശേഷമോ കാര്യങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്ക് പെൻഡിങ് ഇല്ലാതെ വാടക കൊടുത്ത് കൊണ്ടുപോകണം. അപ്പോൾ ആ ഒരു രീതിയാണ് ഞാൻ നോക്കുന്നത്. 2 മാസമൊക്കെ ആയി കഴിഞ്ഞാൽ വാടകയ്ക്ക് താമസിക്കുന്നവർക്കൊക്കെ അറിയാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ഫോണിൻ്റെ EMI അടയ്ക്കണം. നമ്മൾ നേരത്തെ അപ്പുറത്തെ വീട്ടിൽ താമസിക്കുമ്പോഴത്തേക്ക് ഞാൻ മോൻ പണ്ട് സ്കൂളിൽ നിന്ന് കിട്ടി, കോവിഡ് സമയത്ത് കിട്ടിയ ആ ഒരു ഫോണിലാണ് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ EMI ഇട്ട് എടുത്തിരിക്കുന്ന ഫോൺ വിവോയുടെ ഫോണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മോന് കോവിഡ് സമയത്ത് കിട്ടിയിരുന്ന ആ ഒരു ഫോണിലാണ്, നമ്മൾ റിയൽമിയുടെ ഒരു ഫോൺ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഫോണിലാണ് അന്നൊക്കെ നമ്മൾ വീഡിയോ എടുത്തത്. അപ്പുറത്തെ വീട്ടിൽ വെച്ചിട്ടാണല്ലോ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അന്ന് നമ്മളൊരു 650 സബ്സ്ക്രൈബർ ഉള്ള സമയം മുതൽ ഇന്ന് വരെ നമ്മളെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ആദ്യമൊക്കെ നമ്മളെ മക്കളെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെയാണ് പിന്നെ സപ്പോർട്ട് എടുക്കുകയൊക്കെ ചെയ്തത്. പിന്നെ അന്ന് മുതലേ നമ്മളെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നേരത്തെയൊക്കെ വീഡിയോ കണ്ടിട്ടുള്ള ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സോഷ്യൽ മീഡിയ ആണല്ലോ, എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളെ സന്തോഷവും കാര്യങ്ങളും ചെറിയ രീതിയിലുള്ള കുക്കിങ്ങും കാര്യങ്ങളും പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും വരുമാനമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നടത്തിക്കൊണ്ട് പോകാനായിട്ടൊക്കെ പറ്റുമല്ലോ.
അപ്പോൾ അതൊക്കെ മാത്രമാണ്. അപ്പോൾ ഇത് ചെറിയൊരു ജോലി പോലെ തന്നെയാണ് കേട്ടോ. നമുക്കിപ്പോൾ വേറൊരു ജോലിക്ക് പോകാൻ പറ്റാത്തതിനെ കൊണ്ടാണ് ഞാൻ ഈ ചെറിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വരുമാനം വെച്ചിട്ട് ഫോണിൻ്റെ EMI അടയ്ക്കണം, അതുപോലെ വീട്ടിലെ വാടക കൊടുക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചില കാര്യങ്ങൾ അതൊക്കെ നമ്മളെ ഉള്ളിൽ ഒതുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും പറഞ്ഞ് നമ്മൾ എന്തിനാണ് ഒരു കാര്യം പറഞ്ഞ് പിന്നെ അതിനെപ്പറ്റി തിരക്കി മറ്റുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെയൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള നിമിഷം എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും കൂടെ ഉണ്ട്. പിന്നെ മക്കൾ രണ്ടുപേരും കട്ട സപ്പോർട്ടായിട്ട് അവരും കൂടെ ഉണ്ട്. പിന്നെ മോൻ ഇതുപോലെ പഠിക്കാനായിട്ട് പോകുന്നു. പഠിച്ചിട്ട് പിന്നെ മോനൊരു പമ്പിൽ പോകുന്നുണ്ട്. നേരത്തെ നമ്മൾ പൊതിച്ചോറൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൊക്കെ വന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് പാചകം ചെയ്യാനായിട്ടാണ്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെച്ച് വിളമ്പി അങ്ങനെയൊക്കെ കൊടുക്കണം. അപ്പം നമുക്ക് ദൈവം ഓരോന്ന് വിധിച്ചിട്ടുണ്ട്, അതൊക്കെയല്ലേ നടക്കത്തുള്ളൂ. പിന്നെ അതൊക്കെ എനിക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ടൊക്കെ പറ്റുവാണെങ്കിൽ അതൊക്കെ ചെയ്തെടുക്കണം. പിന്നെ സ്വന്തമായിട്ടൊക്കെ ഒരു വീടൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളെ ഇഷ്ടത്തിനൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടൊക്കെ പറ്റുമല്ലോ. പിന്നെ വാടക വീടാണെങ്കിൽ നമുക്കിവിടെ സന്തോഷമായിട്ടൊക്കെ തന്നെയാണ് പോകുന്നത്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇന്നിപ്പം നമ്മളടുത്ത് ഈ യൂട്യൂബിൻ്റെ വരുമാനത്തെ പറ്റി ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞതും. അത് മാത്രമല്ല, ഒരുപാട് പേര് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള പുതിയതായിട്ടുള്ള കുറേ പേരൊക്കെ കാണുമല്ലോ, അവർക്ക് ചിലപ്പോൾ അറിയാനായിട്ടുള്ള ആഗ്രഹം കാണുമായിരിക്കും ഇതിൽ നിന്ന് എത്ര കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ. യൂട്യൂബിൻ്റെ വരുമാനം പറഞ്ഞുകൂടാത്തതിനെ കൊണ്ടാണ് ഞാനിതിൽ പറയാത്തത്. അത് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാനായിട്ടൊക്കെ പറ്റും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടൊക്കെയാണ് നമ്മളെപ്പോലുള്ള സാധാരണ ഈ പാവങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങുന്നത്. അപ്പം ഞാനിത് തുടങ്ങിയത് മെയിനായിട്ട് വേറെ ഒന്നും കൊണ്ടല്ല, അത്യാവശ്യം എനിക്ക് വാടക കൊടുക്കണം, മെയിനായിട്ട് അത് ഇല്ലാതെ പോകണം. കാരണം നമുക്ക് കയറി കിടക്കാനായിട്ട് സ്വന്തമായിട്ടൊക്കെ ഒരു വീടുണ്ടെങ്കിൽ ആ ഒരു പൈസയൊക്കെ ഒന്ന് മാറ്റി വെക്കാനായിട്ടൊക്കെ പറ്റുമല്ലോ. ഇതിപ്പോൾ നമുക്ക് മാറ്റിവെപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം നമ്മളെ കാര്യങ്ങളൊക്കെ നടന്നു പോകും, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതിന്ന് കിട്ടുന്നത് തന്നെ എനിക്കൊരു വലിയ പുണ്യമായിട്ടാണ് കാണുന്നത്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തതിനെ കൊണ്ട്, നമ്മളെ വീഡിയോ ഒക്കെ നിങ്ങൾ കാണുന്നതിനെ കൊണ്ടാണല്ലോ നമുക്ക് ഇതിന്നൊരു വരുമാനം കിട്ടുന്നത്. ഇതിപ്പോൾ നമ്മളെ ഒരു അന്നമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ കുറച്ചെങ്കിലും നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ചിലപ്പോൾ ചിലർക്ക് തോന്നുമായിരിക്കും വലിയ വലിയ യൂട്യൂബർമാരൊക്കെ അത് ചെയ്യുന്ന ഇത് ചെയ്യുന്ന അവർക്കൊക്കെ അത്രയും കിട്ടുന്നില്ല എന്നൊക്കെ ചിന്തിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ കിട്ടുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അവരൊക്കെ വലിയ യൂട്യൂബർമാരാണ്. അത് മാത്രമല്ല ട്രാവലിങ്ങും കാര്യങ്ങളും മറ്റുള്ള കൗതുക കാഴ്ചകൾ അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ഒക്കെയാണ് അവരൊക്കെ ഇടുന്നത്. നമ്മളെപ്പോലുള്ള സാധാരണക്കാരെന്ന് പറയുമ്പോൾ നമ്മളെ വീട്ടിലുള്ള ഇതുപോലുള്ള കുക്കിങ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അത് രണ്ടിനും രണ്ട് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയൊക്കെ വയ്ക്കുക. പിന്നെ പുതിയതായിട്ടൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ടൊക്കെ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊക്കെ തുടങ്ങുക. എന്തായാലും ഞാനും സപ്പോർട്ടായിട്ടൊക്കെ നിൽക്കും കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ പറയാനായിട്ടൊക്കെ ഇരുന്നത്. നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴും നമ്മളെ വീഡിയോയ്ക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം വെയിറ്റിംഗ് ആണ് വീഡിയോ ഇടണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. കാരണം സാധാരണ രീതിയിലുള്ള കുക്കിംഗ് ആണെങ്കിൽ പോലും അത് കാണാനും നമുക്കുള്ള വീഡിയോസ് കണ്ടിരിക്കാനൊക്കെ ഒരുപാട് പേര് ഉണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുക്കിങ്ങിൻ്റെ വീഡിയോ മൊത്തത്തിൽ നമ്മൾ പറഞ്ഞത് നമ്മളടുത്ത് ചോദിച്ച കാര്യങ്ങളും എൻ്റെ അറിവുകൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ചെറിയൊരു പഴംപൊരി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു റെസിപ്പി ഞാൻ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇതിൽ 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, 3 സ്പൂണ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിരുന്നത്. പിന്നെ കുറച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പ് നീര് നമ്മളെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്ന പച്ചവെള്ളമാണ്. പച്ചവെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ്, കൈ കൊണ്ടാണ് ഇതിനെ മിക്സ് ചെയ്തെടുക്കുന്നത്. തവി കൊണ്ടോ ചെറിയ സ്പൂൺ കൊണ്ടെന്ന് എനിക്ക് ഇളക്കി എടുത്തെന്നും പറഞ്ഞ് എനിക്ക് അങ്ങനെ ആ ഒരു വശം കിട്ടത്തില്ല. കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തൊക്കെ എടുക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ആ ഒരു പരുവത്തിന് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ കുറച്ചും കൂടെയൊക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നനച്ചെടുത്തിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിലൊന്ന് കാണിച്ചിട്ട് നല്ല കറക്റ്റ് ആ ഒരു പരുവത്തിന് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിന് വേണം ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ടുള്ളത്. അപ്പോൾ മഞ്ഞൾപ്പൊടി തന്നെ ഇട്ട് കൊടുക്കാനായിട്ടൊക്കെ നോക്കണം. കളർ പൊടി ഇടുന്നതിനെക്കാട്ടി മഞ്ഞൾപ്പൊടിയാണ് നല്ലത്. പിന്നെ ഈ ഒരു മാവിൽ നമ്മൾ ചെറിയ ജീരകം ഉണ്ടല്ലോ, നല്ല ജീരകം പൊടിച്ച് ചേർത്തിട്ടുണ്ട്. അതൊരു ഇത്തിരി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അത് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്, നല്ല ഒരു മണം കിട്ടും. അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക, അല്ലാത്തവർ ചേർക്കണമെന്നില്ല, നിർബന്ധമൊന്നുമില്ല. പിന്നെ കുറച്ച് എള്ളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ കഴിഞ്ഞൊരു ദിവസം നമ്മൾ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ട സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴംപൊരി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ ഒന്ന് കാണിച്ചൊക്കെ തരാമെന്ന്. പിന്നെ ഇടിയപ്പം മുട്ടക്കറിയൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കുന്നതിൻ്റെയൊക്കെ നേരത്തെ ഒത്തിരി വീഡിയോ ഇട്ടിട്ടുള്ളതിനെ കൊണ്ടാണ് പിന്നെ ഞാൻ അതൊന്നും ഇതിൻ്റെ കൂടെയൊന്നും ചേർത്തിട്ടില്ല. പിന്നെ വെളിച്ചെണ്ണ നല്ലതുപോലെ വെട്ടി തിളച്ചതിന് ശേഷം വേണം നമ്മളിതുപോലെ പഴം ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ എല്ലാവർക്കും പഴംപൊരി ഉണ്ടാക്കാനൊക്കെ അറിയാവുന്നത് തന്നെ, എങ്കിൽ എൻ്റേതായിട്ടുള്ള ഒരു രീതിക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് തന്നെ ഈ ഒരു പഴംപൊരി നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാനായിട്ടൊക്കെ പറ്റും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴംപൊരിയും ബീഫും ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും ഒരു ദിവസം പഴംപൊരിയും ബീഫും എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഞാൻ എന്തായാലും ഒരു വീഡിയോയിൽ ചെയ്യാം. പിന്നെ അതുപോലെ കഴിഞ്ഞ ഒരു ദിവസം ഇഡ്ഡലി മാവിൻ്റെ റെസിപ്പിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്തായാലും വരും വീഡിയോയിലൊക്കെ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ പറ്റുന്നിടത്തോളം മറ്റുള്ളവരിലേക്കൊക്കെ നമുക്കുള്ള ഈ ഒരു കുഞ്ഞു ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും വിട്ടുപോകരുത്.